അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, റമദാനിലെ മൂന്നിൽ ഒരു ഭാഗം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ റമദാൻ മാസത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട വിശ്വാസപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ വിശ്വാസ കാര്യങ്ങളിലും അതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങളിലും ദൈവികമായി പഠിപ്പിക്കപ്പെട്ട സന്ദേശങ്ങൾ അത് ആചരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നുള്ളത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസ കാര്യങ്ങളായിട്ട് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട് 6ഓളം. അതുപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളായിട്ട് പഠിപ്പിക്കപ്പെട്ട 5ഓളം കാര്യങ്ങളുണ്ട്. വിശ്വാസ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്നിങ്ങനെ 6ഓളം കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആ വിശ്വാസങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് ഒരു വിശ്വാസി നിർവഹിക്കേണ്ട അനുഷ്ഠാനങ്ങളാണ്. അതിലൊന്നാമത്തേത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. ഈ ഒരു കാര്യം പറയുന്നതോടുകൂടി ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മൊഴി വരുന്നതോടുകൂടി ആ വ്യക്തി മുസ്ലിമാകും എന്നുള്ളതാണ് അതിൻ്റെ ശ്രേഷ്ഠത. അത് കേവലം വാക്കുകൾ കൊണ്ട് മൊഴിയുക എന്നത് മാത്രമല്ല, അതിൻ്റെ അർത്ഥതലങ്ങൾ വ്യാപകമായ അർത്ഥത്തിൽ തന്നെ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അഷ്ഹദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അർത്ഥം. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് യഥാർത്ഥത്തിൽ അർഹൻ അള്ളാഹു അല്ലാതെ വേറെ ആരും ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ് എന്ന്. ഈ രണ്ട് കാര്യങ്ങളും സാക്ഷ്യം വഹിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമായിട്ട് കാണിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം ഇത് കർമ്മവുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങളാണ്. ഇസ്ലാം കാര്യങ്ങളായി പഠിപ്പിക്കുന്നത് 5 കാര്യങ്ങൾ വിശ്വാസകാര്യം അല്ല, നേരെ മറിച്ച് വിശ്വാസം ഉൾക്കൊണ്ട ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ടതായ ആചാര അനുഷ്ഠാനങ്ങളിൽപ്പെട്ട കാര്യമാണ്. അതിലൊന്നാമത്തേത് ഇവിടെ സൂചിപ്പിച്ച കാര്യം, ഞാൻ അതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? നിസ്കാരമാണ്. അത് നമ്മൾ നിർവഹിക്കണം. മൂന്നാമത്തെ കാര്യം സക്കാത്ത് കൊടുക്കലാണ്. അത് തീർച്ചയായിട്ടും നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്, കൊടുക്കേണ്ട കാര്യമാണ്. അതിനുശേഷം വരുന്നത് നോമ്പാണ്. നമ്മളിപ്പോൾ റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത് പോലെ, അതായത് എല്ലാ റമദാൻ മാസത്തിലും 12 മാസങ്ങളിൽ ഒരു മാസം അള്ളാഹുവിന് നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ട് അത് നിശ്ചയിക്കപ്പെട്ട ഒരു മാസം, അത് നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. 5ാമത്തെ കാര്യം ഹജ്ജ്, അഥവാ കഴിവുള്ളവർ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയും ഹജ്ജിൻ്റേതായിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് മടങ്ങി വരികയും ചെയ്യണം. അത് സാമ്പത്തികമായ കഴിവുള്ള ആളുകളുടെ മേൽ നിർബന്ധമുള്ള ഒരു വിഷയം. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങളിലെ 2ഉം 3ഉം 4ഉം 5ഉം കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, 1ാമത്തെ കാര്യവും അതേപോലെ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. അത് കേവലം നാവ് കൊണ്ട് മൊഴിഞ്ഞ് ഒരു വിശ്വാസത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒരു വിഷയം അല്ല ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ആരും തന്നെയില്ല. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ് എന്ന്. എങ്ങനെയാണ് ഈ 2 കാര്യങ്ങളും സാക്ഷ്യം വഹിക്കുക? അത് സാക്ഷാത്കരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലൂടെയാണ്. അഥവാ എൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മനസ്സിലാകണം,
ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് അത് പ്രകടമാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് എൻ്റെ ആരാധനയിലൂടെ അത് വ്യക്തമാണ്. ആർക്കാണോ ഞാൻ ആരാധനകൾ അർപ്പിക്കുന്നത് അത് ഏകനായ സ്രഷ്ടാവിന് മാത്രമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. രണ്ടാമത്തെ കാര്യം മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിയെ അന്ത്യപ്രവാചകനായിട്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകൻ കൽപ്പിച്ച വിഷയങ്ങൾ, പ്രവാചകൻ മാതൃക കാണിച്ചു തന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ പ്രവാചകൻ മൗനാനുവാദം നൽകിയിട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത് അത് തൻ്റെ ജീവിതത്തിലേക്ക് പകർത്താനുള്ളതാണ് എന്നതാണ്. അതിന് ഞാൻ സാക്ഷ്യം വഹിക്കണം. എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കുക? എൻ്റെ ജീവിതത്തിലൂടെയാണ് ഞാൻ അതിന് സാക്ഷ്യം വഹിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ആരാധനാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വ്യവഹാരങ്ങളുണ്ട്, ഇടപാടുകളുണ്ട്. ഇവിടെയൊക്കെ എൻ്റെ സ്വഭാവ മര്യാദകളിൽ, എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ ആരാധനകളിൽ, ഇവിടെയെല്ലാം എന്താണോ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ പ്രവാചകനെ മാതൃകയാക്കിക്കൊണ്ട് ഞാൻ അതിനെ അംഗീകരിച്ച് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ അതിനെ സാക്ഷ്യപ്പെടുത്തണം. ഇതാണ് ഒരു മുസ്ലിമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു കലിമ ഇത് പ്രഖ്യാപിക്കുന്നതോടുകൂടി, ഈ ഒരു വാക്യം അത് പ്രഖ്യാപിക്കുന്നതോടുകൂടി അയാൾ മുസ്ലിമായി എന്ന് പറയുമ്പോൾ ആരാധനയും അനുഷ്ഠാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇവിടെ ഇത് രണ്ടും തമ്മിൽ വലിയ ഒരു ബന്ധം ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണമെന്ന് പറയുന്നിടത്ത് നിർത്തിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാനുള്ള എല്ലാ നിലക്കുമുള്ള സാഹചര്യങ്ങൾ ഇസ്ലാമികമായി ഈശ്വര വിശ്വാസത്തിലേക്ക്, ദൈവിക വിശ്വാസത്തിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മുസ്ലിം സത്യസാക്ഷ്യ വചനം ഉരുവിടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിലെ ആരാധനാപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എങ്ങനെ മുഹമ്മദ് നബി നിസ്കരിച്ചു, എങ്ങനെ മുഹമ്മദ് നബി നോമ്പ് നോറ്റു, എങ്ങനെ മുഹമ്മദ് നബി സക്കാത്ത് കൊടുത്തു, എങ്ങനെ മുഹമ്മദ് നബി നേർച്ച ചെയ്തു, എങ്ങനെ മുഹമ്മദ് നബി ഇന്ന കാര്യങ്ങൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരാധനാ കാര്യങ്ങൾ ചെയ്തു എന്നത് എനിക്ക് അത് തെളിവാണ്, മാതൃകയാണ്. ഞാൻ അത് ജീവിതത്തിലേക്ക് പകർത്തണം. ഇതേപോലെ തന്നെ എൻ്റെ വ്യവഹാരങ്ങൾ, ഞാൻ ഇടപാടുകൾ നടത്തുമ്പോൾ കച്ചവട രംഗത്തായാലും സാമ്പത്തിക മേഖലയിലെ മറ്റ് ഇതര കാര്യങ്ങളായാലും എവിടെയാണ് എങ്കിലും എങ്ങനെയാണ് മുഹമ്മദ് നബി ആ ഒരു വിഷയത്തെ പഠിപ്പിച്ചിട്ടുള്ളത്, മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്, അതെല്ലാം അതേപോലെ ഒപ്പിയെടുക്കാൻ സാധിക്കണം. ഇതേപോലെ വൈയക്തികമായിട്ടുള്ള ബന്ധങ്ങൾ, സ്വഭാവ മര്യാദകൾ, ഇവിടെയെല്ലാം എന്താണ് മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതേപോലെ പകർത്തണം എന്നുള്ളതാണ്. ഒരാളെ കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിയോടുകൂടി കണ്ടുമുട്ടാൻ സാധിക്കണം. ഒരാളുമായിട്ട് വിട പറയുന്ന സമയത്ത് അവിടെ അവരുമായിട്ടുള്ള മര്യാദകൾ, അവരോട് സലാം പറഞ്ഞുകൊണ്ട് പിരിയുക, കാണുന്ന മാത്രയിൽ സലാം പറയുക. അതുപോലെ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ അകത്തോട്ട് കയറി ചെല്ലരുത് എന്നാണ് പ്രവാചക അധ്യാപനം. അതായത് ഒരു വീട്ടിലേക്ക് ചെന്നാൽ അവരോട് സലാം പറയണം. 3 തവണ സലാം പറഞ്ഞിട്ട് അവിടെ മറുപടി കേട്ടിട്ടില്ല എങ്കിൽ എത്തി നോക്കാനല്ല പറയുന്നത്, തിരിച്ചു പോരാനാണ് പ്രവാചകൻ്റെ നിർദ്ദേശം. ഇങ്ങനെ ഒരു വീട്ടിൻ്റെ വാതിലിൻ്റെ അടുക്കൽ പോയിട്ട് നിന്ന് അവരെ വിളിക്കുകയാണ് എങ്കിൽ അതിൻ്റെ നേരെ ഒത്ത നടുവിൽ പോയി നിൽക്കാൻ പാടില്ല. ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കണം. കാരണം ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രഥമ ദൃഷ്ടിയിൽ ഒന്ന് പതിക്കാതിരിക്കാൻ അവർക്ക് അത് തുറന്ന് അവരുടേതായിട്ടുള്ള സ്വകാര്യമായ വിഷയങ്ങൾ ഒന്ന് മാറ്റിവെക്കാനൊക്കെയുള്ള അവസരങ്ങൾ കൊടുക്കാൻ, ഇങ്ങനെ ഏറ്റവും അടക്കവും ചിട്ടയും കൂടി ഇസ്ലാമികമായിട്ടുള്ള മര്യാദകൾ എല്ലാ വിഷയങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. എന്തിനേറെ ശൗച്യം ചെയ്യുന്ന വിഷയങ്ങളിൽ പോലും അങ്ങനെയുള്ള മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ വക കാര്യങ്ങളൊക്കെ, ആഹാരം കഴിക്കുന്നത്, രാത്രി കിടന്നുറങ്ങുന്നത്, എഴുന്നേൽക്കുന്നത്, ഒരാൾ എഴുന്നേറ്റ് രാത്രി തൻ്റെ വിരിപ്പിലേക്ക് പോകുന്നത് വരെയുള്ള സകല വിഷയങ്ങളിലും മുഹമ്മദ് നബി പഠിപ്പിച്ച അധ്യാപനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ ആ ഒരു സുന്നത്ത് സാക്ഷ്യം വഹിച്ച ആളാണ് ഞാൻ എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്നതിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഇത് നമ്മൾ പള്ളിമിനാരങ്ങളിൽ നിന്ന് എല്ലാ ബാങ്കിൻ്റെ സമയത്തും കേൾക്കുന്ന ഒരു ശബ്ദമാണ്.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ കേൾക്കുന്നു. അതുപോലെ നമസ്കാരത്തിലേക്കുള്ള ക്ഷണമായിക്കൊണ്ടുള്ള ബാങ്ക് വിളിയിൽ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് നബി റസൂൽ അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ആ ഒരു കാര്യം നമ്മളവിടെ അനുസ്മരിക്കുന്നു എന്നർത്ഥം. ആ അനുസ്മരണ പ്രാവർത്തികമാക്കാനുള്ളതാണ്. ഇനി ഇതിനെ രണ്ടും ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് വേണം അള്ളാഹുവിനെ ആരാധിക്കാൻ. നമ്മുടെ സ്രഷ്ടാവായ നമ്മുടെ റബ്ബിനെ ആരാധിക്കുമ്പോൾ, അവനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ആരാധിക്കുക എന്ന് പറയുമ്പോൾ, ആ ഇഷ്ടം എങ്ങനെ പ്രകടമാക്കാൻ സാധിക്കും? ഒരാൾ വാചികമായിക്കൊണ്ട് ഞാൻ എൻ്റെ സ്രഷ്ടാവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ എൻ്റെ റബ്ബിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രാവർത്തികമാക്കാൻ സാധിക്കണം. അത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഒരു രൂപമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന വളരെ ഉദാത്തമായിട്ടുള്ള ഒരു മാർഗമാണ് പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകനെ അനുധാവനം ചെയ്യുക എന്ന് പറയുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ് ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കുമെന്നാണ്. അപ്പോൾ നോക്കിയേ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എങ്കിൽ ഫത്തബിഊനി, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയി, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നാണ്. അതായത് അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. എങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട്? യുഹിബ്ബുക്കുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊരാൾ പറയുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയയായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യം പ്രവാചകനെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്, പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഈ വിഷയത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് എന്താണ്? അള്ളാഹു വാനലോകത്തുള്ള മലക്കുകളെ വിളിക്കും. എന്നിട്ട് പറയും, ഭൂമി ലോകത്ത് ഞാനിതാ ഇന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ മലക്കുകളും അള്ളാഹു ഇഷ്ടപ്പെട്ട ആ ഒരു അടിമയെ ഇഷ്ടപ്പെടുമെന്നാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു പറഞ്ഞത്, ഈ ഒരു ഇഷ്ടം അള്ളാഹുവിൽ നിന്നുള്ള ഇഷ്ടം വന്നു, മലക്കുകളിൽ നിന്നുള്ള ഇഷ്ടം വന്നു, അതിനുശേഷം ആ വ്യക്തിക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിക്കുമെന്നാണ്. ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഭൂമി ലോകത്ത് ഉണ്ടാകും എന്നാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദ, അള്ളാഹു ഒരു തരം ഇഷ്ടം ഏർപ്പെടുത്തി കൊടുക്കും എന്ന് പറയുമ്പോൾ ആ ഇഷ്ടം ഇങ്ങനെ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും സത്യവിശ്വാസികളുടെയും ജനങ്ങളുടെയും ഒക്കെ ഒരു ഇഷ്ടം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആരാധന നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഇഷ്ടം പ്രകടമാക്കാനുള്ള ഏറ്റവും വലിയ ഒരു വഴിയായിക്കൊണ്ട്, ഒരു മാർഗമായിക്കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ട വിഷയം അള്ളാഹു നിയോഗിച്ച അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ പ്രവാചകൻ്റെ വാക്കുകൾ ഗൗനിച്ചുകൊണ്ട് ആ പ്രവാചകനെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. അന്നേരം പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അതെല്ലാം ഗൗരവത്തിൽ മുൻഗണന കൊടുത്തുകൊണ്ട് സത്യവിശ്വാസികൾ എടുക്കുന്ന ഒരു രൂപമുണ്ടാവും. മാ കാന മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറ അൻ യഖൂലു ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം. ഇത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബ് 33-ാമത്തെ അധ്യായം, അതിലെ 36-ാമത്തെ സൂക്തമാണ്. അതായത് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിക്കോ ഉണ്ടാകാൻ പാടുള്ളതല്ല ഏത് സ്വഭാവം? അള്ളാഹുവും റസൂലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. മുൻഗണന കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനയ്ക്കായിരിക്കണം എന്നർത്ഥം. അപ്പോൾ നോക്കൂ, ഇവിടെ ഇങ്ങനെയുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ സൂക്തങ്ങളിലൊക്കെ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രവാചകനെ ചേർത്തു പറഞ്ഞിട്ടുള്ളത് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. നോക്കൂ, അതുപോലെ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിൻ്റെയും കൽപ്പനകൾ നിങ്ങൾ തള്ളിക്കളയരുത്. എല്ലാം അള്ളാഹുവിലേക്കും റസൂലിലേക്കും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചേർത്തിക്കൊണ്ട് പറയുന്നു. ഇതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് അതിൻ്റെ പ്രാവർത്തികമായിട്ടുള്ള അതിനെ സാക്ഷാത്കരിക്കാനുള്ള ഒരു രൂപം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ആശയം മനസ്സിലാക്കി ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായിക്കൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ ഈ ഒരു റമദാൻ മാസത്തിലെ ദിനങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.